ഒരു തവളയാണ്, ഒരു തവള. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു വലിയൊരു മീൻ, ആ മീനിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെക്കാം. സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ സ്നേക്ക് പ്ലാന്റിലെ വെറൈറ്റി, അലോക്കേഷ്യ ആണെങ്കിൽ അലോക്കേഷ്യയിലെ വെറൈറ്റി, ഫിലോഡെൻഡ്രാൻ ആണെങ്കിൽ അതിലെ വെറൈറ്റി, അങ്ങനെ എല്ലാത്തരം വെറൈറ്റികളും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. തലയിൽ കുട്ടയേന്തിയ യുവതി, ഉറങ്ങുന്ന പൂച്ച, തപസ് ചെയ്യുന്ന ബുദ്ധപ്രതിമ, കളിമണ്ണ് കൊണ്ടുള്ള വലിയൊരു ഷൂ, സൈക്കിള്, വ്യത്യസ്തമായ ചെടികളും പോട്ടുകളുമുള്ള ഗ്രീൻ ലൈഫ് ആർട്ട് ഹബിനെയാണ് നമ്മളിന്ന് മാജിക് മീഡിയയുടെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ചെടി എങ്ങനെ വിന്യസിച്ചാലാണ് അത് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു കാഴ്ച അനുഭവമാവുക എന്നതിലൊരു ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഗ്രീൻ ലൈഫ്. കാരണം അത്രയും വ്യത്യസ്തമായ രീതിയിലുള്ള പോട്ടുകളും ചെടികളുമാണ് ഇവിടെയുള്ളത്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന ഒരു സിനിമ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നോവലിൽ നിന്നാണ്. ആ നോവലിൻ്റെ ഒരു ചിത്ര ആവിഷ്കാരമാണ് നമ്മൾ ഗ്രീൻ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ കാണുക. നമുക്ക് ഈ ആദ്യം തന്നെ കണ്ട വിശേഷങ്ങളിൽ നിന്നാവാം ഇതിൻ്റെ ഉടമ ജെബിൻ ജോസഫുമായിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ ഗ്രീൻ ലൈഫ് എന്നുള്ളൊരു ആർട്ട് ഹബ്ബ്, ഇതൊരു ആർട്ട് ഹബ്ബായിട്ട് രൂപം പ്രാപിച്ചത് ഇപ്പോൾ വളരെ അടുത്ത കാലങ്ങളിലാണ്. ആദ്യം ഇതൊരു ജസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പായിട്ടായിരുന്നു. കുറച്ച് അപൂർവം ഇൻഡോർ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ റീച്ച് പോയ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാജറ്റ് ഷൂട്ട് ചെയ്തതായിരുന്നു. മാജറ്റ് അവതരിപ്പിച്ച വീഡിയോ ആയിരുന്നു. ഏകദേശം എൻ്റെ അറിവിൽ ഒരു 2 ലക്ഷത്തോളം പേരായിരുന്നു ആ വീഡിയോ കണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ മാജിക് മീഡിയയുടെ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഗ്രീൻ ലൈഫിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തത് നിങ്ങളാണ്. നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് കുറേ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും അധികം പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. ജെബിൻ ചേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റികൾ? ഇവിടെ ഒരു ആർട്ട് ഹബ് എന്നുള്ള രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ ഞാൻ പ്ലാൻ എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ, ആൻറ്റിക് ആയിട്ടുള്ള പലരുടെയും നൊസ്റ്റാൾജി ഉണർത്തുന്ന സംഭവങ്ങൾ, പിന്നെ ഇപ്പോൾ ചെടി തന്നെ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള കുറേ പ്ലാസ്റ്റിക് പോട്ടുകൾ ഒഴിവാക്കിയിട്ട് ഒട്ടും രക്ഷയില്ലാത്തവരാണെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് പോട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ബാക്കി പ്ലാസ്റ്റിക് അല്ലാത്ത മെറ്റീരിയൽ മുഴുവൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഈ ടെറാക്കോട്ടയുടെ പോട്ടാണ് ഇത്. കോട്ടൺ ത്രെഡാണ്. ടെറാക്കോട്ടയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളതാണ്. നമ്മൾ ഗോലി സോഡ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗോലി സോഡയുടെ കുപ്പികൾ, പിന്നെ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബേസിക്കലി ഞാനൊരു റൈറ്ററാണ്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളിലൊരു ഏരിയ. പിന്നെ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകൾ, ഇതിപ്പോൾ ടെറാക്കോട്ട തന്നെയാണ് മെറ്റീരിയൽ. നമ്മൾ കരിങ്കല്ലിൻ്റെ ലുക്ക് ഉണ്ട്, പക്ഷേ ടെറാക്കോട്ടയിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്റ്റാൻഡും ഇത് ടെറാക്കോട്ടയാണ്. ഇത് ഫൈബറാണ്. സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമ്മൾ ചെയറൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ഷൂ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മളിവിടെ വെക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പുതിയ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഇൻറ്റീരിയർ ചെയ്യുന്നത് തീം വൈസ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഷൂവിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതുപോലെയുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വണ്ടികളുണ്ട്. അല്ലെങ്കിൽ ഒരു ടീയുടെ ഒരു കെറ്റിലായിരിക്കും, ഒരു ചായ കെറ്റിലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാന്റ്സ് തൂങ്ങിയെടുക്കുന്ന മോഡലായിരിക്കും. അങ്ങനെ എന്ത് സബ്ജക്റ്റ് എടുത്താലും എന്ത് തീം എടുത്താലും നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്ലാന്റുകളെ വിന്യസിക്കാനും പ്ലാന്റുകളെ നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ മാക്സിമം ഇവിടെ ശ്രമിക്കുന്നു. പ്ലാന്റ് പോട്ടും കൂടിയിട്ട് അവരുടേതായി ഇഷ്ടപ്പെടുന്ന ഒരു തീമിലേക്ക് മാറ്റി കൊടുക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് പ്ലാന്റിൻ്റെയും പോട്ടുകളുടെയും ഒരു തീം പാർക്ക് തന്നെയാണ്. കാരണം ഏത് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച തീമുകളാണ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതെ, തദ്ദേശീയമായിട്ടുള്ള കലാകാരന്മാർ അയാൾ യുണീക്കായിട്ട് കണ്ടെത്തുന്ന പോട്ടുകൾ, ആ പോട്ടുകൾ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും ആ പോട്ടുകൾക്ക് വിൽക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്താനുമാണ്. ഇവിടെ ഉള്ള കുറേ സംഭവങ്ങൾ നമുക്കറിയാവുന്ന ചില കലാകാരന്മാർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. ഒരു കുടമാണ്. അപ്പോൾ ഈ കുടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ടർട്ടിൽ വൈൻ എന്നുള്ളൊരു പ്ലാന്റ് ജസ്റ്റ് താഴോട്ട് വീഴുന്ന മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു തവളയാണ്, ഒരു തവള. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു വലിയൊരു മീൻ, ആ മീനിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പൂച്ചയുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പോൾ നമ്മളിതൊരു ടെറാക്കോട്ടയുടെ അതിൽ എച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പ്ലാന്റ് വെക്കുന്നതിനും അതിനെ ശുശ്രൂഷിക്കുന്നതിനും ആയിട്ടുള്ളൊരു താല്പര്യം ജനിപ്പിക്കുന്നതിന് ഇത് വളരെ ഉപകരിക്കും. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഈ മുള കൊണ്ടുള്ള
കുംഭം പോലെയാണ് കുറെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും അതൊരു ഭംഗിക്ക് ഇവിടെ വെച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ അതൊരു ചെടിച്ചട്ടി ആയിട്ട് നമ്മൾ കാണുന്നത്? ഭംഗിയുണ്ട്, ഒപ്പം നമുക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ് മറ്റേതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയിലും ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഇതെല്ലാം സെറാമിക്കാണ്, സെറാമിക് പോട്ടുകളാണ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ ഷൂ, പിന്നെ ജീപ്പ്, ഇതൊക്കെ ഒരു ടോയ് പോട്ട് സീരീസ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടോയ് ആണെന്ന് വെച്ചാൽ ടോയ് ആണ്, പോട്ടാണെന്ന് വെച്ചാൽ പോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലാന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു ഡാൻസ് സ്കൂളിനൊക്കെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്കൂളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത റൈറ്റ് ആയിരുന്നു ഇത്. അങ്ങനത്തെ 2 ടീമുകൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു തബല, ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും തബല വായിക്കുന്ന ഒരു പൊസിഷനിലും, ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പ്ലാന്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഫീസിന് പറ്റുന്ന തരം കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളും പോട്ടുകളും ഉണ്ട്. നമ്മുടെ ഒരു വെറൈറ്റി പോട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണ് ഈ ഒരു മേഖലയിൽ? ഓഫീസുകൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ HDFC ബാങ്ക്, തൃശ്ശൂർ HDFC ബാങ്കിൽ നമ്മൾ പ്ലാൻസും പോട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ കുറേ ഓഫീസുകൾ, കുറേ ഷോപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസുകളും ഷോപ്പുകളും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്കെന്നല്ല, വേറെ, അതായത് കാണാനെല്ലാവർക്കും ഇഷ്ടമാണ്. അധികം പരിചരണമല്ല, എന്നാൽ കാലത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന പ്ലാന്റുകൾ. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഈ പ്ലാന്റ്സിനെ കെയർ ചെയ്യാൻ ഒരു സ്റ്റാഫിനും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് പച്ചപ്പ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മൾ ഏറ്റവും മെയിൻ്റനൻസ് കുറവുള്ള, ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത പ്ലാന്റുകളാണ് ഇവർക്ക് കൊടുക്കുക. മാത്രമല്ല നമ്മളൊരു 1 month നമ്മളൊരു പ്ലാന്റ് വെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വാറണ്ടി പീരീഡ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പീരീഡിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് മാറ്റി കൊടുക്കും. മാത്രമല്ല ഒരാഴ്ച, നമ്മളിപ്പോൾ ടൗണിൻ്റെ ഒരു 4 കിലോമീറ്ററിനുള്ളിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റിനെ നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് പോയിട്ട് അവിടെ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോയെന്ന് ഒരു ഡോക്ടർ ചെല്ലുന്ന പോലെ ചെന്ന് പരിചരണം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇത് വെക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സേഫ് ആണ്. നമ്മൾ കുറച്ചു കാലം മുൻപോട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വർഷമായി അത് ഇങ്ങനെയല്ല, അത് വേറെ രീതിയിൽ ഒരു സാധാരണ ഒരു നഴ്സറിയിൽ കടന്നു വരുന്ന ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇതൊരു ആർട്ട് ഹബ് ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെറൈറ്റി ചെടികളായിരുന്നു. അത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. വെറൈറ്റികൾ മാക്സിമം തേടി പിടിക്കുകയും അതിൻ്റെ ചെറിയ തൈകളാണെങ്കിലും വലിയ തൈകളാണെങ്കിലും വെറൈറ്റി അന്വേഷിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. വെറൈറ്റികളിലെ ആ ഒരു ഫോക്കസ് നമ്മൾ വിട്ടിട്ടൊന്നുമില്ല. പക്ഷേ ആ അത്തരം വെറൈറ്റി അന്വേഷിച്ച് വരുന്നവർക്ക് നമ്മുടെ കൊടകരയുള്ള ഒരു വീട് നമ്മൾ എടുത്തിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൂടുതൽ അത്തരം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത്തരം ടൈപ്പാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊടകര നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു ഇപ്പോഴത്തെ പ്ലാന്റുകൾക്കിടയിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രാജൻ എന്ന് പറയാവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് പിങ്ക് പ്രിൻസ് എന്നുള്ള പ്ലാന്റ് രാജ പിങ്ക് പ്രിൻസ്. അതിന് എങ്ങനെ പോയാലും 4 അക്കത്തിൽ കുറഞ്ഞൊരു എമൗണ്ടിലേക്ക് താവില്ല. അത് ഏറ്റവും മിനിമം എനിക്ക് തോന്നുന്ന ഒരു 3000 തൊട്ട് മുകളിലേക്കാണ് അതിൻ്റെ വില പോകുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ വലിയൊരു പ്ലാന്റ് തൊട്ട് ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വെരിഗേറ്റഡ് അലോക്കേഷ്യ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ. ഇപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ്, ഇപ്പോൾ ഒരു സ്നേക്ക് പ്ലാന്റ് ഞാൻ കാണിക്കാം. ഈ സ്നേക്ക് പ്ലാന്റ് ഇത് ഏറ്റവും എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ്, നാട്ടുപുറങ്ങളിൽ കാണുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. പക്ഷെ ഇത് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി അന്വേഷിക്കുന്നവർ തപ്പി നടക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ മലമ്പാമ്പ് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സാധാരണ ഇവിടെ എൻ്റെ അറിവിൽ ഇത് തൃശ്ശൂർ ഭാഗത്തൊന്നും അധികം കിട്ടുന്നില്ല. നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ട്സ് വഴിക്ക് നമ്മുടെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വലുതാക്കി എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്തരം ഏത് വെറൈറ്റി ആണെങ്കിൽ, ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ സ്നേക്ക് പ്ലാന്റിലെ വെറൈറ്റി, അലോക്കേഷ്യ ആണെങ്കിൽ അലോക്കേഷ്യയിലെ വെറൈറ്റി, ഫിലോഡെൻഡ്രൻ ആണെങ്കിൽ അതിലെ വെറൈറ്റി, അങ്ങനെ എല്ലാത്തരം വെറൈറ്റികളും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് അതിൽ ചിലപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് പെട്ടെന്ന് കുറയും. എന്ത് സംഭവം ഇത്തരം ആദ്യം വരുമ്പോഴായിരിക്കും അതിൻ്റെ റേറ്റ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. ഞാൻ ഈ നടന്നു വരുന്ന വഴികൾ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള ഒരു വഴികളാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഞാനും ഇവിടേക്ക് എത്തുന്നത്. ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല, പക്ഷെ ഇവിടെ വന്ന സെലിബ്രിറ്റികളെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അല്ലേ ചേട്ടാ? ആരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്? ഞെട്ടാൽ മാത്രം അത് ഒരുപാടില്ല. എന്നാലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേര്. പിഷാരടി നമ്മുടെ അടുത്ത സുഹൃത്താണ്, രമേശ് പിഷാരടി.
ആളൂടെ വന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചറിൻ്റെ അധ്യാപികയാണ് കേരളോർമയിൽ. ടീച്ചർ ഇവിടെ വന്നിരുന്നു. ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട കുറേ പ്ലാൻസും സംഭവങ്ങൾ കൊണ്ടുപോയിരുന്നു. പിന്നെ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൂച്ചിൻ അച്ഛൻ ഇവിടെ ഒരു ദിവസം വന്നിരുന്നു. ബോസിലെ അനൂപിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. സുനിലേട്ടൻ ഇവിടെ ഒരു തവണ വന്നിരുന്നു. മാതൃഭൂമിയിലെ MP സുരേന്ദ്രൻ സാറിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇതിനോട് താല്പര്യമുള്ളവരും ഒരു നോർമൽ ഒരു ഷോപ്പിനപ്പുറത്ത് ഒരു ആർട്ട് ഹബിനെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ ഞാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. എന്നാലും അവരൊക്കെ വന്നിരുന്നു. ജെബിൻ ചേട്ടൻ്റെ ഈ ആർട്ട് ഹബിൻ്റെ വിശേഷങ്ങൾ പൂർണ്ണമാവണമെങ്കിൽ ജെബിൻ ചേട്ടൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയും കൂടി കേൾക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞു. കാരണം ജെബിൻ ചേട്ടന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ട്. അത് ഞാനൊരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് ആ ഒരു കവിത ഈ ജെബിൻ ചേട്ടൻ ചെല്ലുന്നത് കാണുന്നത്. അന്നേ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ് എന്തെങ്കിലും ജെബിൻ ചേട്ടൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ജെബിൻ ചേട്ടനെ കൊണ്ട് ആ കവിത ഒന്ന് ചെല്ലിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ആർട്ട് ഹബിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവും കൂടി നമ്മളൊന്ന് കാണണം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ 4 വരി കവിത ഒന്നുകൂടി ഒന്ന് ചെല്ലും. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ്റെ അനുസരണായ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയിലൂടെയാണ് ഈ കവിത വളരെ പ്രശസ്തമായത്. മധുസൂദനൻ നായരായിരുന്നു ഈ കവിതയുടെ മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയത്. മോഹൻ സിത്താരയാണ് മ്യൂസിക്. അപ്പോൾ ഈ കവിതയിലെ കുറച്ച് വരികൾ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. നിങ്ങൾക്ക് ഒരു ചെടിയെ സ്നേഹിക്കുന്നവരോ ഒരു കലയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ചെടി വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ വന്ന് ഇവിടെ ഒന്ന് കാണണം. ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്? കാരണം ജെബിൻ ചേട്ടൻ ഈ ഒരു മേഖലയിൽ ഉള്ള ഒരാളല്ല, യാദൃശ്ചികമായിട്ട് ഈ പ്ലാന്റിൻ്റെ ഒരു ഇതിലെത്തിപ്പെട്ട ഒരാളാണ്. അല്ല, ബേസിക്കലി എൻ്റെ ഒരു ഫീൽഡ് കണ്ടന്റ് മേക്കിംഗ് ആണ്, കണ്ടന്റ് റൈറ്റർ ആണ്. ഇത് വൈഫിൻ്റെ ഒരു മേഖലയായിരുന്നു. സ്മിതയാണ് ചെടികളിലെ ശരിക്കൊരു ഏരിയ. അപ്പോൾ സ്മിതയാണ് സ്റ്റാർട്ട് ചെയ്ത്, കൊടകരയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ സ്മിത കൊടകരയാണ് ഫോക്കസ് ചെയ്യുന്നത്. വെറൈറ്റി പ്ലാന്റുകളൊക്കെ അവളുടെ ഒരു ഏരിയ ആയതുകൊണ്ട് ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ അവൾ ഈ പ്ലാന്റ് ശേഖരിക്കാൻ വേണ്ടി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവിടെ നിന്നൊക്കെ ചെടികൾ വെറൈറ്റി, എനിക്കിത് വെറൈറ്റി കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അതിൻ്റെ മൂല്യം മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഈ ഒരു ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ആർട്ടിസ്റ്റിക്കായിട്ട് ഈ ഒരു പ്ലാന്റിനെ എങ്ങനെ, ഇപ്പോൾ ഒരു ചെറിയ മണി പ്ലാന്റ് ആണെങ്കിലും ആർട്ടിസ്റ്റിക്കായിട്ട് അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു തലമുണ്ട്, ഒരു മൂല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അവൾ. കൂടുതൽ വെറൈറ്റികളിലാണ് അവൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൊടകര കൂടുതൽ അവളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അവളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്.
എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിച്ചത് ജെബിൻ ചേട്ടൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കലാ ആസ്വാദനവും അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ചെടികളോടും ചെടിച്ചട്ടികളോടും കൂടി ചേർന്നപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം തന്നെയാണ് തീർത്തിരിക്കുന്നത്. നിങ്ങൾ ചെടി വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും തൃശ്ശൂർ വൈദ്യുതി ഭവൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ആർട്ട് ഹബ്ബ് ഒന്ന് വന്ന് നിങ്ങൾ കാണണം. നിങ്ങൾ ചെടി മേടിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അനുഭവമാണ്. ഈ ഒരു ഗ്രീൻ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഒരു നാമ്പ് ഉടലെടുക്കും ചിലപ്പോൾ ഇതിൽ നിന്ന്. കാരണം ഇതിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ആശയം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പോട്ടുകൾ ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഫാൻസി ടൈപ്പ് കുപ്പികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാന്റ് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ തരത്തിലാണെന്നുള്ളത് എനിക്ക് ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് തരാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഗ്രീൻ ലൈഫ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കം എന്ന ടാഗ് ലൈനോട് കൂടിയാണ് നമ്മളിവിടെ വരവേൽക്കുന്നത്. അപ്പോൾ ഗ്രീൻ ലൈഫിൻ്റെ ഈ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത്രയും സമയം നമുക്കിവിടെ അനുവദിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞ് പാടിത്തന്ന ജെബിൻ ചേട്ടന് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു.